ഇന്ന് രാവിലെയാണ് വയനാട്ടിൽ ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചത്. പടമല സ്വദേശി അജിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അധികാരികൾക്കെതിരെ പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ ലീഗൽ സെൽ ഡയറക്ടറും അഭിഭാഷകനുമായ ജോണി കെ ജോർജ്. വയനാട് കളക്ടർ രേണുരാജും വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രനും ജനങ്ങളോട് കാണിക്കുന്നത് ശുദ്ധ മര്യാദക്കേടാണ് എന്നും അദ്ദേഹം ഫേസ്ബുക്ക് ലൈവിലെത്തി പറഞ്ഞു. വളരെ അടിയന്തരമായി ഈ ലൈവ് വരികയാണ്. ശുദ്ധ തെമ്മാടിത്തരമാണ് ഇവിടെ അധികാരികൾ കാട്ടുന്നത്. അത് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടത് വയനാട് കളക്ടറായി ഇരിക്കുന്ന രേണുരാജ് IAS പ്രത്യേകിച്ചും കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രനോടും പറയുന്നത്, നിങ്ങൾ കാണിക്കുന്നത് മൃഗീയതയാണ്, നിയമവിരുദ്ധതയാണ്, ശുദ്ധ മര്യാദകേടാണ്. ഇത് നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ തീവ്രവാദം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? മനുഷ്യന്റെ ഭരണഘടനാപരമായ നിയമപരമായ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നിടത്ത്, നീതി നിഷേധം നടക്കുന്നിടത്താണ് ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്നത്. നീതി നിഷേധം നടക്കുന്നിടത്ത് മറ്റു നിവൃത്തിയില്ലെങ്കിൽ ജനങ്ങൾ പ്രകൃതികമായിട്ട് അവന് നൽകിയിട്ടുള്ള, എല്ലാ ജീവികൾക്കും നൽകിയിട്ടുള്ള സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം കയ്യിലെടുക്കാൻ നിർബന്ധിതനാകുന്നത് അവന് നിയമം അനുശാസിക്കുന്ന നീതി ലഭിക്കാത്തിടത്താണ്. ആ നീതി നിഷേധം നിങ്ങൾ നടത്തുന്നത് നിയമത്തെ കയ്യിലെടുത്തുകൊണ്ടാണ്, നിയമത്തെ തച്ചുടച്ചുകൊണ്ടാണ്, നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് രാവിലെ 7:14 മണിക്ക് മാനന്തവാടിയിൽ 47 വയസ്സുള്ള അജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ മുറ്റത്ത് ഗേറ്റ് തകർത്തുകൊണ്ട് ആന കടന്നു വന്ന കാട്ടാന ചവിട്ടിയരച്ച് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഭീതിയോടെയാണ് ഈ നാട്ടിലെ മനുഷ്യത്വമുള്ള മനുഷ്യർ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെമ്മാടിത്തരമാണ്, മര്യാദകേടാണ്, എല്ലാ സീമകളും ലംഘിക്കുന്ന അധികാര ദുർവിനിയോഗമാണ്. മനുഷ്യജീവൻ അപകടകരമായ തരത്തിൽ ജനവാസ മേഖലയിൽ രാവിലെ മുതൽ ഇറങ്ങിയ കാട്ടാനയാണ്. എന്തിനാണ് നിയമം നൽകിയിരിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ പറയും ഈ കാട്ടാനയെ കൊല്ലുന്നതിന് നിയമമില്ല എന്ന്. തെറ്റാണ്. വയനാട് കളക്ടർ 2015 ബാച്ച് IAS രേണുരാജ് പല ആവർത്തി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുമുണ്ട്. നിങ്ങൾ CRPC എന്ന് പറയുന്ന പുസ്തകം കണ്ടിട്ടുണ്ടോ? ആ പുസ്തകത്തിൽ 133 എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. ആ 133F എന്ന് പറയുന്ന വകുപ്പ് നിങ്ങൾക്ക് നൽകുന്ന ഒരു അധികാരമുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. CRPC 133, കണ്ടീഷണൽ ഓർഡർ ഫോർ റിമൂവൽ ഓഫ് ന്യൂസൻസ് whenever a district magistrate or a subdivisional magistrate or any other executive magistrate specially empowered in this behalf by the state government on receiving the report of a police officer or other information and on taking such evidence if any as he thinks fit considers. നേരെ അവിടുന്ന് വരണം Fലേക്ക്, അതായത് 133Fലേക്ക് വരണം. അവിടെ പറയുന്നത് that any dangerous animal should be destroyed, confined or otherwise disposed of. ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകാടിയൊന്നുമില്ലല്ലോ. Fൽ കൃത്യമായിട്ട് പറയുന്നത് that any dangerous animal എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആനിമൽ എന്നല്ല ഇതിന്റെ അർത്ഥം. എനി ഡേഞ്ചറസ് ആനിമൽസ് എന്നാണ്. നിയമമാണ് പറയുന്നത്. CRPC 133Fലാണ് കൃത്യമായിട്ട് പറയുന്നത്. നിങ്ങൾക്കതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള അധികാരമുണ്ടെങ്കിൽ രാവിലെ 6 മണി മുതൽ ഇതിനെ പിന്തുടരുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് CRPC 133F അനുസരിച്ചുകൊണ്ട് ഈ കാട്ടാനയെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഉത്തരവിടാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് വിലങ്ങുണ്ടായിരുന്ന, നിയമപരമായ ഏതെങ്കിലും തടസ്സം നിങ്ങൾക്കുണ്ടായിരുന്ന? മര്യാദകേടാണ് കാണിക്കുന്നത്. ദന്തഗോപുരങ്ങളിൽ കയറിയിരുന്നുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നത് ശുദ്ധ മര്യാദകേടാണ്. എ.കെ. ശശീന്ദ്രനോട് പറയുന്നു, എ.കെ. ശശീന്ദ്രൻ, നിങ്ങൾ മിനിസ്റ്ററായിട്ട് നൂലേന്നിറങ്ങി വന്നതൊന്നുമല്ല. ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടിലെ ഭരണഘടന നൽകുന്ന അവകാശം അനുസരിച്ച് ജീവിക്കാൻ അവകാശമുള്ള ജനങ്ങൾ തെരഞ്ഞെടുത്താണ് നിങ്ങളെ. നിങ്ങളുടെ കീഴിലാണോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, അതോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണോ നിങ്ങളെ ഭരിക്കുന്നത്? നിങ്ങൾ വ്യക്തമാക്കണം. നിങ്ങൾ കേരളത്തിലെ വനം വകുപ്പിനെ നിയന്ത്രിക്കാൻ കഴിവും പ്രാപ്തിയും ഇല്ലാത്ത ആളാണെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോകണം മിസ്റ്റർ. എന്താണ് കാരണമെന്നറിയാമോ? വന്യജീവി സംരക്ഷണ നിയമത്തിലെ 11(1)A എന്ന് പറയുന്ന വകുപ്പിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഏത് വന്യജീവിയാണെങ്കിലും മനുഷ്യന്റെ ജീവൻ അപകടകാരിയായ തരത്തിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ ഒരു കേന്ദ്രാനുമതിയുമില്ലാതെ വെടിവെച്ച് കൊല്ലാനായിട്ട് നിയമം കേരളത്തിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഉത്തരവിടുന്നില്ല? ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നിങ്ങളെയാണോ ഭരിക്കുന്നത്? നിങ്ങൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെയാണോ ഭരിക്കുന്നത്? ലജ്ജ തോന്നുന്നു ഇവിടുത്തെ സംവിധാനത്തോട്. പാൽരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് കമ്പത്ത് ജീവൻ പോയ കഥ അറിയാമല്ലോ. ഇവിടത്തെ നീതിന്യായ സംവിധാനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട നിയമത്താൽ ഇവിടെ ഉത്തരവിടപ്പെട്ട ഒരു ഉത്തരവിൻ പ്രകാരം ഭരണഘടനയനുസരിച്ച് ജീവിക്കാൻ അവകാശമുള്ള പാൽരാജിന് ജീവൻ പോയില്ലേ? ഈ വർഷം 40 ദിവസത്തിനകം 5 മരണങ്ങളാണ്, 5 മനുഷ്യജീവനുകൾ.
ഇതൊക്കെ ഇവിടത്തെ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇവിടെ സംഭവിച്ചതാണ്. ശുദ്ധ തെമ്മാടിത്തരമാണ്. അതുകൊണ്ട് ക്ഷമയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ വനം വകുപ്പ് കഴിഞ്ഞ ദിവസം ഈ തണ്ണീർക്കൊമ്പൻ എന്നൊക്കെ ചില പേരിട്ട് വിളിച്ച സംഭവം വന്നപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ വേറൊരു കാട്ടാനയുടെ എവിടെയുണ്ട്. റേഡിയോ കോളർ പിടിപ്പിച്ച് ഫിറ്റ് ചെയ്ത് വിട്ടിരിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഇവിടെ വ്യക്തമാകുന്നത് എന്താണ്? നിങ്ങൾ ഈ പറയുന്ന ഈ തടസ്സവാദങ്ങളൊന്നും നിലവിൽ ഈ പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾ നിയമം ഉപയോഗിക്കണം. നിയമലംഘനം നടത്തണമെന്നല്ല മിസ്റ്റർ പറയുന്നത്, അല്ല കളക്ടർ രേണുരാജ് പറയുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും തന്ന ഈ സാധാരണക്കാരന്റെ അവന്റെ ചിലവിൽ നിന്ന്, അവൻ നൽകുന്ന നികുതി പണത്തിൽ നിന്ന്, അവന്റെ അധ്വാന ഫലത്തിൽ നിന്ന് നിങ്ങൾക്ക് ശമ്പളം തന്നിരുത്തിയിരിക്കുന്നത് ഇവിടത്തെ മനുഷ്യനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അധികാരം ഉപയോഗിക്കണം. ജനവാസ മേഖലയിൽ മനുഷ്യജീവന ഭീഷണിയായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന എല്ലാ മൃഗങ്ങളെയും 133 of CRPC അനുസരിച്ചുകൊണ്ട് വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടണം. മനുഷ്യന്റെ ജീവനാണ് വലുത്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് തീവ്രവാദം വളരും. തീവ്രവാദം വളരാൻ അനുവദിക്കരുത്. കാരണം നീതി നടത്തി കൊടുക്കണം മനുഷ്യന്. ശുദ്ധ തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്. നിവൃത്തി കെട്ടിട്ടാണ്, സഹി കെട്ടിട്ടാണ് ഈ പറയുന്നത്. ക്ഷമിക്കണം, എന്റെ ഭാഷ ഇതല്ലെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കാറുള്ളത്. പക്ഷേ സങ്കടം വന്നു പോകുന്ന ഒരു മനുഷ്യൻ, അവൻ മതില് ചാടി അവന്റെ ജീവന് വേണ്ടിയിട്ട് ഓടുകയാണ്. പെട്ടെന്ന് ആരും അറിയാതെ വന്നിട്ടുള്ളൊരു ആനയല്ല. രാവിലെ പോലും തുരത്തുകയാണ് പോലും. എന്തോന്ന് തുരത്തുകയാണ് പോലും. മനുഷ്യരുടെ ജീവൻ അപകടകരമായിട്ട് നിൽക്കുന്ന ഒരു ആനയെ എന്തോ തുരത്തുകയാണെന്ന്. ഇവിടെ കണ്ണീർ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ ഓർക്കണം. ഇന്ന് എറണാകുളത്തെ ഒരു നക്ഷത്ര ഹോട്ടലിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഒരു ഈസയാണ് അതിനകത്ത് മുഖ്യാതിഥി സംസാരിക്കുന്നത്. ഈസ വിഷം കുത്തിവെക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഈസ വിഷം കുത്തിവെച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ ആനകൾ മുഴുവൻ തീർന്നെന്ന്. ഇവിടെ 450-500 കാട്ടാനകളെ ഉൾക്കൊള്ളിക്കാവുന്ന കേരളത്തിലെ വനത്തിൽ 7000-ഓളം കാട്ടാനകളുണ്ട്. തെമ്മാടിത്തരം കാണിക്കരുത്. അതുകൊണ്ട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, മനുഷ്യജീവനാണ് വലുത്. ഇവിടെ ഈ രാവിലെ എന്ത് ഭയാനകമായ ദൃശ്യങ്ങളാണ് കാണുന്നത്. മനുഷ്യൻ ജീവന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുമ്പോൾ നിങ്ങൾ അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ ഇരുന്നുകൊണ്ട് സുഖിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മറുപടി പറയാനായിട്ട് കേരളത്തിലെ മലയോര ജനങ്ങൾ ഒന്നിച്ചൊന്ന് നിന്നു കഴിഞ്ഞാൽ തടയാൻ പറ്റിയെന്ന് വരത്തില്ല. നന്ദി.